കാരണം അത്രമാത്രം വിശാലമായ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളോടും അവരോടൊക്കെ നല്ല നിലക്കുള്ള ബന്ധങ്ങളായിരിക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്. അവരുടെ എല്ലാ നന്മകൾക്കും നമ്മൾ എപ്പോഴും പിന്തുണ കൊടുക്കും. അതോടൊപ്പം സാന്ദർഭികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നടത്താനുള്ളത് മദ്രസയുടെ സ്കൂളിൻ്റെ സമയം മാറ്റം അതൊരു അരമണിക്കൂർ ജാസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കണ 12 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്. അപ്പോൾ അതനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്കറിയാം. അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ സംബന്ധിച്ചുള്ള ഒരു നിവേദനം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരി വിരുദ്ധ അതിനെതിരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല നിലക്കുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു 10 ലക്ഷം ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനവും ഒപ്പിട്ട ഒരു ഭീമഹരജി അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് നൽകുകയാണ്. മുഖ്യമന്ത്രിനോട് അതിന് സമ്മതം ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നമ്മൾ പിന്നെ അവഗണിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു ഭരണകൂടം മുന്നോട്ട് പോകരുത്. അത് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ നമ്മളൊന്നിനും വയ്യാലെ പിന്നാലെ പോകുന്ന ആളുകളല്ല. എന്തെങ്കിലും അത് തരീന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിനോടെ ചോദിച്ചാൽ എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെട്ടിട്ട് വ്യക്തിപരമായ ഒന്നും സമസ്തൻ്റെ ആരും മുഖ്യമന്ത്രിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. മുൻകഴിഞ്ഞ മുഖ്യമന്ത്രിമാരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ സാമൂഹ്യമായിട്ടോ അല്ലെങ്കിൽ നാട്ടിനൊക്കെ ഉണ്ടാകുന്ന പൊതുകാര്യങ്ങൾ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അതെപ്പോൾ അവരോട് ആവശ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ നമുക്ക് സംഘടന എന്നുള്ള നിലയ്ക്ക് കിട്ടേണ്ടതായ ചില സംഗതികൾ, ലഭിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏതെങ്കിലും സംഘടനകൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിട്ട് നമ്മൾ അവഗണിക്കുന്നതായ ഒരു പ്രവണത അതൊരിക്കലും ഉണ്ടാവാനും പാടില്ല എന്ന് പ്രത്യേകമായി സാന്ദർഭികമായി കൊണ്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ നമ്മളെ ആ ഒരു ദുഃഖം അത് ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടുത്തെ 95% മുസ്ലിങ്ങളും അണിനിരക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ വലിപ്പവും അതിൻ്റെ പ്രവർത്തന വിശാലതയൊക്കെ എല്ലാവരും മനസ്സിലാക്കി കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എല്ലാ നിലക്കുള്ളതായ സപ്പോർട്ടുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എല്ലാ നിലക്കുള്ള സഹായങ്ങളും ഗവൺമെൻറ്റിൽ നിന്നിട്ടും പ്രതിപക്ഷത്തിൽ നിന്നിട്ടൊക്കെ ഉണ്ടാവണമെന്ന് ഇവിടെ ഇരിക്കുന്ന ഈ 2 നേതാക്കന്മാരോടും പ്രത്യേകം ഉണർത്തിക്കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.